ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാറുണ്ടാവും. നിങ്ങളിപ്പോൾ ഹൗ ആർ യു എന്ന് പറയുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന മെസ്സേജ് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കുന്നത്? ഞാനിപ്പോൾ അയക്കുന്നത് HOWRU എന്ന് മാത്രമായിരിക്കും. നിങ്ങൾ എങ്ങനെയാണോ മെസ്സേജ് അയക്കുന്നത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഹൗ ആർ യു അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയിരിക്കും. നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന കേസിൽ ഇതേപോലെ ഒരു ചെറിയ വേർഡ്, ആ ഒരു വേർഡാണ് ഈ കേസിൽ വഴിത്തിരിവായത്. ഈ കേസിൽ യഥാർത്ഥ പ്രതിയെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് അങ്ങനെ ഒരു മെസ്സേജിൽ വന്ന വേർഡാണ്. ആ ഒരു കേസിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. 2016 ഏപ്രിൽ 15 രാവിലെ സമയം മഹാരാഷ്ട്ര. നമ്മളെല്ലാവരും ഉറക്കം എണീക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് തനിക്ക് ഈ ദിവസം വളരെ നല്ലതായിരിക്കണം, പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇന്നുകൊണ്ട് പരിഹരിക്കപ്പെടണം എന്നതായിരിക്കും. മഹാരാഷ്ട്രയിലെ കലംബോളിൽ താമസിക്കുന്ന രാജു എന്ന് പറഞ്ഞ വ്യക്തിയും അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ആ ദിവസം എണീറ്റത്. രാജു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. ആരെങ്കിലും തന്നെ വിളിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടോ? അദ്ദേഹം തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ മകൾ കൂടെ നിൽക്കുന്നുണ്ട്. രാജു വളരെ പെട്ടെന്ന് തന്നെ വെപ്രാളത്തിൽ മൊബൈൽ ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്യുകയാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. വീണ്ടും ട്രൈ ചെയ്തു, സ്വിച്ച് ഓഫ് തന്നെയാണ്. ആ മകൾ അച്ഛനോട് ചോദിച്ചു, കോൾ എടുത്തോ അപ്പ എന്നുള്ളത്. അദ്ദേഹം പറയുകയാണ് ഇല്ല. ആ മകളുടെയും അച്ഛൻ്റെയും മുഖത്ത് വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു നിരാശ വരികയാണ്. ആ മകളെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് രാജു വാഹനമെടുത്ത് പുറത്തേക്ക് പോവുകയാണ്. അല്പസമയം അദ്ദേഹം യാത്ര ചെയ്തു. ആരെയാണോ അന്വേഷിക്കുന്നത് അവരിപ്പോൾ താൽക്കാലികമായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് രാജു എത്തുകയാണ്. ആ വീടാണെന്നുണ്ടെങ്കിൽ അടഞ്ഞ് കിടക്കുകയാണ്. അവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലേക്ക് രാജു എത്തുകയാണ്. ആ സ്ഥാപനത്തിലെ ആളുകളോട് രാജു ചോദിക്കുകയാണ്, അശ്വിനിയെ നിങ്ങൾ കണ്ടോ? അശ്വിനി ഇവിടേക്ക് വന്നോ? അവർ പറയുകയാണ്, അശ്വിനി മാഡത്തെ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞങ്ങൾ കാണുന്നില്ല, അന്വേഷിക്കുന്നുണ്ട്, ഇതുവരെയും വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. രാജു വളരെ പെട്ടെന്ന് തന്നെ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പോലീസ് സ്റ്റേഷനിലല്ലേ സാധാരണ മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്? രാജു എവിടെയാണ് മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത്? ഈ അശ്വിനി ആരാണ്? അശ്വിനിയെ എന്തിനാണ് ഒരു മാഡം എന്ന് വിളിച്ചത്? അശ്വിനി മറ്റാരുമല്ല, ആ പോലീസ് സ്റ്റേഷനിലെ ഒരു അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടറാണ് ഈ രാജുവിൻ്റെ ഭാര്യ. രാജു ഇപ്പോൾ എത്തി നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അശ്വിനി ജോലി ചെയ്യുന്ന അതേ പോലീസ് സ്റ്റേഷനിൽ. കാണാതായിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. സാധാരണ കേസ് പോലെയല്ല. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പോലീസുകാരാണ് അന്വേഷിക്കേണ്ടത്. ഒരു പോലീസുകാരെ കാണാതായി കഴിഞ്ഞാൽ എന്തുമാത്രം നൂലാമാലകൾ ഉണ്ടാകുമെന്ന് ഈ കേസ് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ രാജു അശ്വിനിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ്, ഏപ്രിൽ 11 അശ്വിനി മാഡം ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് പോവുകയും ചെയ്തു. ലീവ് എടുക്കുന്ന കാര്യമോ കേസുമായിട്ട് ബന്ധപ്പെട്ട് ദൂരെവിടെയെങ്കിലും പോകുന്ന കാര്യമോ ഞങ്ങളോട് ആരോടും തന്നെ പറഞ്ഞിട്ടില്ല. അശ്വിനി മാഡത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല. രാജു പറയുകയാണ്, അശ്വിനി എവിടെയെങ്കിലും പോകുമെങ്കിൽ തീർച്ചയായിട്ടും തന്നോടത് പറയേണ്ടതാണ്. ഏപ്രിൽ 11 താൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഫോൺ റിങ് ചെയ്തതാണ്, കോൾ എടുത്തില്ല. പിന്നീട് ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്തു. ഈ സ്വിച്ച് ഓഫ് ആയി പോകുന്നതിന് മുന്നേ തന്നെ താൻ വിളിച്ചിട്ട് ഒരു തവണ പോലും അശ്വിനി കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് കുറേ തവണ പല മെസ്സേജ് തനിക്ക് അയച്ചിരുന്നു. തനിക്ക് മാത്രമല്ല പല സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മെസ്സേജ് അയക്കുന്നതായിട്ട് താൻ അറിയുകയും ചെയ്തു. ആ മെസ്സേജിനകത്ത് തനിക്ക് കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തി ഈ കാര്യങ്ങൾ എല്ലാം തന്നെ താൻ പറയുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് പോലീസോ രാജുവോ കരുതിയില്ല. 2016 തുടങ്ങിയ ഈ കേസന്വേഷണം അവസാനിക്കുമ്പോഴത്തേക്കും 2025 ആകും എന്നുള്ളത്. അതെ, നീണ്ട 9 വർഷങ്ങൾ എടുത്തിട്ടാണ് അശ്വിനിയുടെ ഈ കേസ് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് അവസാനിപ്പിച്ചത്. ഈ കേസിൻ്റെ പ്രതികൾ ആരൊക്കെയാണ്? അശ്വിനിക്ക് എന്താണ് സംഭവിച്ചത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥ, അവർ എങ്ങനെയാണ് കാണാതായത്? ഈ കേസന്വേഷണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആരാണ് അശ്വിനി? അതാണല്ലോ ഈ കേസിൽ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം. മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അശ്വിനി. അശ്വിനിയുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. വളരെ സാധാരണ ഒരു കുടുംബം. പറയത്തക്ക സാമ്പത്തികം ഒന്നും തന്നെ അശ്വിനിക്കും കുടുംബത്തിനും ഇല്ല. അശ്വിനി പഠിക്കാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു. അശ്വിനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ച് മിടുക്കിയായി ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആകുക എന്നതായിരുന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ അശ്വിനി അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഡിഗ്രി പഠനം അശ്വിനി പൂർത്തിയാക്കി. ഏതാണ്ട് 21 വയസ്സ് കഴിയുകയും ചെയ്തു. ആ സമയത്ത് അശ്വിനി ആഗ്രഹിച്ചതിന് വിപരീതമായിട്ട് വീട്ടുകാർ അവളോട് ഒരു ആവശ്യം പറയുകയാണ്, നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അശ്വിനി ഏറ്റവും ആദ്യം അതിന് സമ്മതിച്ചില്ല. വീട്ടുകാർ എന്തിനാണ് ഇപ്പം ഇങ്ങനെ പറയുന്നതെന്നാണ് അശ്വിനി ചിന്തിച്ചത്. ആ വീട്ടുകാർ പറയുകയാണ്, നമുക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല,
ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല ഒരു മികച്ച ആലോചന നിനക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അശ്വിനി വീണ്ടും വീണ്ടും അതിനെ എതിർത്ത് നോക്കി. പക്ഷേ വീട്ടുകാർ പറയുന്നത് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയുടെ ആലോചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും സമ്മതിക്കുക എന്നതായിരുന്നു. അശ്വിനി മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ ആ വിവാഹത്തിന് സമ്മതിച്ചു. വരനെ കണ്ടു. അശ്വതിക്ക് ഇഷ്ടപ്പെട്ടു. അശ്വിനിക്ക് മാത്രമല്ല വീട്ടുകാർക്കും അയാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അയാളുടെ പേര് രാജു എന്നായിരുന്നു. അങ്ങനെ 2002 രാജുവുമായിട്ടുള്ള ആ വിവാഹം നടത്തുകയാണ്. രാജു അശ്വിനിയെ നന്നായിട്ട് തന്നെ നോക്കി. അതായത് ഒരു ഭാര്യയെ ഒരു ഭർത്താവ് ഏത് രീതിയിലാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മാക്സിമത്തിൽ തന്നെയാണ് ആ ഭാര്യയെ രാജു നോക്കിയിരുന്നത്. രാജു അശ്വിനിയോട് ഒരു കാര്യം പറഞ്ഞു. നീ ഒരിക്കലും വീട്ടിൽ കുട്ടികളെയൊക്കെ പ്രസവിച്ച് ഒതുങ്ങിക്കൂടേണ്ട ഒരു ഭാര്യയല്ല. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പോലീസുകാരത്തി ആകുക എന്നതാണ്. നീ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രയത്നിക്കണം. നാളെ ഒരു പോലീസുകാരിയായിട്ട് മാറുകയും ചെയ്യണം. അശ്വിനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് രാജു എന്ന് പറയുന്ന ആ ഭർത്താവായിരുന്നു. അങ്ങനെ വിവാഹത്തിന് ശേഷം അശ്വിനി ട്രെയിനിങ്ങിന് പോയി. ഒരു പോലീസുകാരത്തി ആകുക എന്ന് പറയുന്ന ആഗ്രഹം അവർ വളരെ പെട്ടെന്ന് തന്നെ നടത്തി എടുക്കുകയും ചെയ്തു. അങ്ങനെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായിട്ട് അവർക്ക് ജോലി കിട്ടി. താങ്ങായിട്ട് അപ്പോഴും രാജു ഉണ്ടായിരുന്നു. അതിനിടയിൽ അവർക്കൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. അശ്വിനി പല സ്ഥലങ്ങളിൽ ട്രാൻസ്ഫർ ചെയ്ത് ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തു പോവുകയും ചെയ്തു. അപ്പോഴെപ്പം തന്നെ ഈ അശ്വിനിയുടെ ഭർത്താവായിട്ടുള്ള രാജുവും മകളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് അവർക്ക് ട്രാൻസ്ഫർ കിട്ടിയത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് രാജുവും മകളും കൂടെ അവരുടെ സ്വന്തം വീട്ടിൽ താമസിക്കുകയും അശ്വിനി ഒരു വാടക വീടെടുത്ത് അവിടെ താൽക്കാലികമായിട്ട് താമസം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഏപ്രിൽ 11 അശ്വിനിയെ കാണാതാകുന്നത്. സ്വാഭാവികമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ മിസ്സിംഗ് കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരെ സംശയിക്കുക ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അശ്വിനി ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും വലിയ കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ കേസിൽ ഇപ്പോൾ വലിയ പിടിപാടുള്ള ഒരു വ്യക്തി അതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി അശ്വിനിയെ കിഡ്നാപ്പ് ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുക അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അശ്വിനി ഇപ്പോൾ വലിയ കേസുകൾ ഒന്നും തന്നെ അന്വേഷിക്കുന്നില്ല. മാത്രമല്ല അശ്വിനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തും പുറത്തും ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റവും ആദ്യം ഈ കേസിൻ്റെ അന്വേഷണം തുറന്നു കുറിച്ചത് അശ്വിനിയുടെ വീട്ടിൽ നിന്നാണ്. വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, ശത്രുക്കളായിട്ട് അശ്വിനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവർ ഒരേ ഒരാളുടെ പേര് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അശ്വിനിയുടെ ഭർത്താവായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ, അഭയ് ഗുദ്കാർ. ഈ അഭയ് ഗുദ്കാറിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. അവർ ചോദിച്ചത് അഭയ് സാറിന് ഈ കേസുമായിട്ട് എന്ത് ബന്ധം എന്നാണ്. അഭയ് സാർ ആരാണ്? അഭയ് എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ. ഈ സീനിയർ ഉദ്യോഗസ്ഥന് ഈ കേസുമായിട്ട് ബന്ധമുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥർ വീട്ടുകാരോട് പറഞ്ഞത്. പക്ഷേ ആ വീട്ടുകാർ പറയുകയാണ് അശ്വിനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ അഭയ് തന്നെയായിരിക്കും. ഈ അഭയ് ഗുദ്കാറിൻ്റെ പേര് വന്നതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസ് അന്വേഷിക്കാനായിട്ട് കുറച്ച് ഭയം ഉണ്ടായിരുന്നു. കാരണം പോലീസിൽ അത്രത്തോളം പിടിപാടുള്ള വ്യക്തിയാണ് ഈ അഭയ് ഗുദ്കാർ. ഈ അഭയുടെ പേര് ഈ കേസിലേക്ക് വന്നതിന് ശേഷം കേസ് പൂർണ്ണമായിട്ട് മന്ദഗതിയിലായി. പറയത്തക്ക അന്വേഷണം ഒന്നും തന്നെ നടന്നില്ല. കുറേ ദിവസങ്ങൾ അങ്ങനെ വേസ്റ്റായിട്ട് മുന്നോട്ട് പോയി എന്ന് മാത്രം. പക്ഷേ രാജു എന്ന് പറയുന്ന അശ്വിനിയുടെ ഭർത്താവ് അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഗവർണറെയും CM-നെയും മറ്റ് മന്ത്രിമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നേരിട്ട് പോയി കണ്ടു. കേസ് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. തൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് തീർച്ചയായിട്ടും അറിയണം. അത്യാവശ്യം രാഷ്ട്രീയത്തിലും ഈ രാജുവിന് പിടിയുണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു പ്രഷറാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ അവിടുത്തെ നിയമത്തിൻ്റെ മുന്നിലും പ്രകടിപ്പിച്ചത്. അങ്ങനെ കോടതിയിലേക്ക് പോലും രാജു പോവുകയാണ്. ഒടുവിൽ കോടതിയിൽ നിന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തെ ഒരു വിധി വരികയാണ്. അശ്വിനിയുടെ കേസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. അതിന് പുതിയ ഒരു സംഘത്തെ തന്നെ നിയമിക്കുക. ഏറ്റവും ആദ്യം ഈ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഈ കേസിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഭയപ്പാട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ ഈ കേസിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുക. എന്നിട്ട് പൂർണ്ണമായും പുതിയ ഒരു സംഘത്തെ ഈ കേസ് ഏൽപ്പിക്കുക. അങ്ങനെ ഒരു പുതിയ സംഘം ഈ കേസ് ഏറ്റെടുക്കുകയാണ്. രാജു ആഴ്ചതോറും സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ കേസിൻ്റെ അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ടായിരുന്നു. പുതിയ അന്വേഷണ സംഘത്തിന് ചുമതല കൊടുത്തിരുന്നത് സംഗീത എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവർ ഏറ്റവും ആദ്യം തന്നെ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തി. അഭയ് ഗുദ്കാറിൻ്റെ പേര് എന്തുകൊണ്ട് വന്നുവെന്ന് അവർ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പിന്നീട് ചെയ്ത കാര്യമുണ്ടായിരുന്നു. ഈ അശ്വിനിയെ കാണാതായിരിക്കുന്നത് ഏപ്രിൽ 11 ഏപ്രിൽ 11 മുതലുള്ള അശ്വിനിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവർ പരിശോധിക്കുകയാണ്. മാത്രമല്ല കോൾ ഡീറ്റെയിൽസും. ഈ ടവർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഏപ്രിൽ 11 വൈകുന്നേര സമയത്ത് അശ്വിനി സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് പിന്നീട് ആ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അശ്വിനിയുടെ വീട്ടിലേക്കല്ല, നേരെ മറിച്ച് മറ്റൊരു റെസ്റ്റോറൻറ്റ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ്.
ആ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കുറച്ച് അകലെയായിട്ടുള്ള ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അശ്വിനി ആ ഹോട്ടൽ റെസ്റ്റോറൻറ്റിലേക്ക് ആ ദിവസം പോയിട്ടുണ്ട്. അന്വേഷണ സംഘം ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. അവിടുത്തെ രജിസ്റ്റർ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ ആ ദിവസം അശ്വിനി അവിടെ റൂം എടുത്തിട്ടില്ല. പിന്നെ അശ്വിനി എന്തിനാണ് ആ ഹോട്ടലിൽ വന്നത്? ആരെങ്കിലും കാണാനായിരിക്കുമോ? ആ ഹോട്ടലിൽ റെസ്റ്റോറൻ്റ് ഉണ്ടോ? റെസ്റ്റോറൻറ്റിൽ CCTV ക്യാമറയുണ്ട്. ഏപ്രിൽ 11-ാം തീയതി വൈകുന്നേര സമയത്തുള്ള CCTV ഫുട്ടേജ് പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ വൈകുന്നേര സമയത്ത്, ഏതാണ്ട് രാത്രി സമയത്ത് അശ്വിനി ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതിൻ്റെ ഫുട്ടേജ് പോലീസിന് ലഭ്യമാകുകയും ചെയ്തു. പക്ഷേ അശ്വിനി ഒറ്റയ്ക്കല്ല ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. അശ്വിനിയുടെ കൂടെ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട്. രണ്ടാൾക്കാർ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിച്ചത്. ഈ രണ്ടാമത്തെ വ്യക്തിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് ആ വസ്ത്രത്തിൽ നിന്ന് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ചായ കുടിച്ചതിന് ശേഷം രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഒരു കാറിൽ കയറിയിട്ട് ആ കാറിൻ്റെ നമ്പർ പോലീസ് ട്രേസ് ചെയ്ത് കണ്ടെത്തുകയും ചെയ്തു. ആ കാറിൻ്റെ ഉടമസ്ഥൻ മറ്റാരും ആയിരുന്നില്ല, അഭയ് ഗുരുത്കാർ. അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അശ്വിനിയുടെ ഭർത്താവായിട്ടുള്ള രാജുവിനും വീട്ടുകാർക്കും ആരെയാണോ സംശയമുണ്ടെന്ന് പറഞ്ഞത്, ആ വ്യക്തിയുടെ കാറിൽ കയറിയിട്ടാണ് അശ്വിനി ഏപ്രിൽ 11-ാം തീയതി തിരികെ പോകുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലായി. അഭയുടെ പേര് വീട്ടുകാർ ചുമ്മാ പറഞ്ഞതല്ല. അഭയ് ഗുരുത്കാറിന് ഈ കേസുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അങ്ങനെ അഭയ് ഗുരുത്കാറിൻ്റെ ടവർ ലൊക്കേഷനും അശ്വിനിയുടെ ടവർ ലൊക്കേഷനും പോലീസ് വീണ്ടും റീചെക്ക് ചെയ്യുകയാണ്. രണ്ടുപേരുടെയും കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ചെയ്തു. ഏപ്രിൽ 11-ാം തീയതി രണ്ടുപേരും കോൾ ചെയ്തിട്ടുണ്ട് വൈകുന്നേര സമയത്ത്. മാത്രമല്ല ടവർ ലൊക്കേഷൻ പരിശോധിച്ച സമയത്ത് ഏപ്രിൽ 11-ാം തീയതി രാത്രി സമയത്ത് അഭയ് ഗുരുത്കാറിൻ്റെ വീട് കേന്ദ്രീകരിച്ച് അശ്വിനിയുടെ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയും സെയിം ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ട് നിന്ന ആ സമയങ്ങളിൽ അശ്വിനിയുടെ മൊബൈൽ ഫോൺ എവിടെയാണോ ആ സെയിം ലൊക്കേഷൻ തന്നെ അഭയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും കാണിക്കുന്നുണ്ട്. പോലീസിന് ഉറപ്പായി അഭയ്ക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അഭയുടെ വീട്ടിലേക്ക് എത്തി അയാളെ ചോദ്യം ചെയ്യുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ഈ അന്വേഷണ സംഘം എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിച്ചത് അതിന് അയാൾ പേടിയില്ലാണ്ട് കൃത്യമായിട്ടുള്ള എല്ലാ മറുപടികളും പറയുകയുണ്ടായി. ഏപ്രിൽ 11-ാം തീയതി താൻ അവരെ കണ്ടിരുന്നു, അശ്വിനിയെ കണ്ടിരുന്നു. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം അവർ തൻ്റെ വീട്ടിലേക്ക് വന്ന് അതിൻ്റെ അപ്ഡേറ്റ്സ്, ആ കേസിൻ്റെ അപ്ഡേറ്റ്സ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അവരിവിടേക്ക് വന്നു, ആ കേസിൻ്റെ അപ്ഡേറ്റ്സ് താൻ അവർക്ക് കൊടുത്തു. അവരിവിടുന്ന് തിരികെ പോയി. ഇത്രയും കാര്യങ്ങളാണ് അഭയ് പോലീസിനോട് പറഞ്ഞത്. അയാളുടെ പെരുമാറ്റത്തിൽ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് അയാൾക്ക് മുൻകൂട്ടി അറിയാമെന്ന രീതിയിൽ, അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഉത്തരങ്ങൾ പോലെയാണ് ഇയാൾ മറുപടിയായിട്ട് എല്ലാം തന്നെ പറഞ്ഞിരുന്നത്. ഒരു രീതിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസിന് അവിടെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടുകയാണ്. ആ വീട്ടിൽ തന്നെ, അഭയുടെ വീട്ടിൽ തന്നെ ഒരു ഡ്രൈവറും സുഹൃത്തും ഉണ്ടായിരുന്നു. ആ ഡ്രൈവറിൻ്റെയും സുഹൃത്തിൻ്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി. ഈ ഡ്രൈവർ അനാവശ്യമായിട്ട് ഒരു കള്ളം പോലീസിനോട് പറയുകയുണ്ടായി. അഭയ് ഗുരുത്കാർ പറഞ്ഞതിൽ നിന്ന് ഓപ്പോസിറ്റുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് ഈ പറയപ്പെടുന്ന അശ്വിനി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് അയാൾ കള്ളമായിട്ട് പറഞ്ഞത്. അപ്പോൾ അഭയ് ഗുരുത്കാർ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ഈ ഡ്രൈവർ എന്തിന് പറഞ്ഞു എന്നൊരു ചോദ്യം അവിടെ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾ വീണ്ടും സംശയത്തിന് നിഴലിലേക്ക് പോവുകയാണ്. ഒരു സുഹൃത്ത് കൂടെ ആ വീട്ടിലുണ്ടായിരുന്നു. ആ സുഹൃത്തിനെയും പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. ആ സുഹൃത്തിനും കൃത്യമായിട്ടുള്ള മറുപടി, അതായത് അഭയ് പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള മറുപടി പറയാനായിട്ട് സാധിച്ചില്ല. ഈ സുഹൃത്തിൻ്റെയും ഡ്രൈവറിൻ്റെയും മൊഴിയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ വരികയുണ്ടായി. അതുകൊണ്ട് 3 പേരെയും കൂടെ ഒരിക്കൽ കൂടെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ 3 പേരെ വ്യത്യസ്തമായിട്ടിരുത്തിയും ഒരേപോലെ ഇരുത്തിയും വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഓൾറെഡി പോലീസിന് നന്നായിട്ട് അറിയാമായിരുന്നു അഭയ് ഗുരുത്കാറിൻ്റെ വീട്ടിലേക്ക് അശ്വിനി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് അഭയ് സമ്മതിക്കുകയും ചെയ്തതാണ്. പിന്നീട് എന്തിന് ഈ ഡ്രൈവറും സുഹൃത്തും മാറ്റി പറഞ്ഞു, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു? അവിടെയാണ് അഭയ് ഗുരുത്കാർ പെട്ടുപോയത്. അങ്ങനെ 3 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് അഭയ് ഗുരുത്കാറിന് ഈ കേസിൽ പങ്കുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. അങ്ങനെ അഭയ് ഗുരുത്കാറിനെ വേണ്ടുന്ന രീതിയിൽ ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ അയാൾ പറയുകയാണ്, അശ്വിനി ഇവിടേക്ക് വന്നിരുന്നു, അശ്വിനിയെ താൻ കൊലപ്പെടുത്തി. ഈ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോഴത്തേക്കും അയാൾക്ക് ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ടായിരുന്നു. താൻ ഈ കൊലപാതകം അക്സെപ്റ്റ് ചെയ്തെങ്കിൽ കൂടിയും ഒരിക്കലും തന്നെ ഈ കേസിൽ ഇവർ പിടികൂടില്ല, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അഭയ് പോലീസിനോട് പറഞ്ഞു അശ്വിനിയും താനും കൂടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി. സംസാരത്തിൽ തങ്ങൾക്കിടയിൽ കുറച്ച് വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സംസാരം ഉണ്ടായത്. തുടർന്ന് അശ്വിനി തൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് തന്നോട് പറഞ്ഞു. താൻ അതിന് ആദ്യം തന്നെ
വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അശ്വിനി നിർബന്ധിച്ചപ്പോൾ താൻ വീട്ടിലേക്ക് അവരെ കൊണ്ടുവന്നു. അശ്വിനിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. വീണ്ടും തങ്ങൾക്കിടയിൽ വാക്കുതർക്കം ഉണ്ടായി. ആ വാക്കുതർക്കത്തിനൊടുവിൽ തൻ്റെ കയ്യിൽ കിട്ടിയൊരു ബാറ്റ് എടുത്ത് അശ്വിനിയുടെ തലക്കടിച്ചു. വളരെ പെട്ടെന്ന് അശ്വിനി ബോധം കെട്ട് നിലത്തേക്ക് വീണു. അവരെ കൊല്ലാനായിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്തത്, ദേഷ്യത്തിൽ അടിച്ചു പോയതാണ്. പക്ഷേ അശ്വിനി മരിച്ചുവെന്ന് തനിക്ക് അറിയാൻ സാധിച്ചു. താൻ തൻ്റെ സുഹൃത്തിൻ്റെയും ഡ്രൈവറിൻ്റെ അടുത്തും ഈ കാര്യം പറയുകയുണ്ടായി. രാത്രി മുഴുവൻ ഈ ശരീരം എങ്ങനെ മറവ് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. ഒടുവിൽ ശരീരം ഒരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് മാറ്റി പീസാക്കി പ്ലാസ്റ്റിക് ബാഗിലേക്ക് മാറ്റിയിട്ട് തൊട്ടടുത്തുള്ള നദിയിലേക്ക് കൊണ്ടുപോയിട്ട് നദിയിൽ ഒരു വള്ളം എടുത്ത് അതിൻ്റെ നടുക്കോട്ട് പോയിട്ട് വെയിറ്റ് ആ ഒരു കവറിലേക്ക് ആക്കിയിട്ട് തങ്ങളത് മറവ് ചെയ്യുകയാണ്. ഇതാണ് അയാൾ പോലീസിനോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വളരെ കൂളായിട്ട് ഈ അഭയ് പോലീസിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരഭാഗം പോലീസിന് കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഈ അഭയ് കുറുദ്കാർ പറഞ്ഞ പോലെ ആ നദിയിൽ പോലീസിൻ്റെ തിരച്ചിൽ ആരംഭിക്കുകയാണ്. ഒരുപാട് തിരഞ്ഞു, പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. പല സയൻറ്റിഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചു പോലും ആ ശരീരം കണ്ടെത്താനായിട്ട് പോലീസ് ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ആ മൃതശരീരം കണ്ടെത്താൻ മാത്രം, അതായത് ഈ അശ്വിനിയുടെ മൃതശരീരം കണ്ടെത്താൻ മാത്രം പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു എത്തും പിടിയും പോലീസിന് ഉണ്ടായിരുന്നില്ല. അശ്വിനിയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് സുഹൃത്തിൻ്റെ സഹായം തേടിയത്. ഡ്രൈവർ ഓൾറെഡി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അശ്വിനിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അശ്വിനിയുടെ മൊബൈൽ ഫോൺ അഭയ് സ്വിച്ച് ഓഫ് ചെയ്തില്ല. നേരെ മറിച്ച് ആ ഫോൺ സ്വിച്ച് ഓൺ ആക്കി വെച്ചിട്ട് അശ്വിനിയുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക്, ഭർത്താവ്, സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഇവർക്കെല്ലാവർക്കും തന്നെ പല മെസ്സേജ് അയച്ചു. പ്രത്യേകിച്ച് എല്ലാവർക്കും അയച്ച ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. വേണ്ടപ്പെട്ട ആളുകൾക്ക് അയച്ച മെസ്സേജ് ഉണ്ടായിരുന്നു: തനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ലീവ് എടുത്ത് താൻ കുറച്ച് നാൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്. ഒരു 4-5 മാസം കഴിഞ്ഞ് മാത്രമേ തിരികെ വരികയുള്ളൂ. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊള്ളാം. ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും എന്നാണ് ആ മെസ്സേജിൽ പറഞ്ഞിരുന്നത്. ഈ മെസ്സേജ് ഭർത്താവിന് അയച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, മാതാപിതാക്കൾക്കും ഇതേ മെസ്സേജ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വിനിയുടെ ഭർത്താവായിട്ടുള്ള രാജു സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വിനിയുടെ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ട്, പക്ഷേ ആ വാട്സപ്പ് മെസ്സേജ് മറ്റാരോ അയക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ സംശയങ്ങൾ തനിക്ക് തോന്നുന്നു എന്നുള്ളത്. ആ സംശയമായിരുന്നു ഈ കേസിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ആ മെസ്സേജിന് ഫോർമാറ്റ് ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഹൗ ആർ യു എന്ന് പറയുന്നൊരു മെസ്സേജ് അയക്കുകയാണ്. രാജുവിന് അശ്വിനിയുടെ ഹൗ ആർ യു മെസ്സേജ് കണ്ടപ്പോഴത്തേക്കുമാണ് പ്രധാനമായിട്ടും ഡൗട്ട് തോന്നിയത്. ഇപ്പോൾ ഹൗ ആർ യു എന്ന് പറയുന്ന മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും HOW, ഹൗ, ARERYOU ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുക. പക്ഷേ മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാർ പല രീതിയിൽ എഴുതും. ഇപ്പോൾ RU എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് ലെറ്റർ ആറും യുവും മാത്രം യൂസ് ചെയ്യും. ഹൗ എന്ന് പറയുന്നതിന് HW മാത്രം യൂസ് ചെയ്യും. അങ്ങനെ പല രീതിയിൽ വരും. ഈ അശ്വിനി എന്ന് പറയുന്ന ആ ലേഡി, അവർ സ്ഥിരമായിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോഴും ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പ്രത്യേകം അവരുടേതായിട്ടുള്ള രീതി ഉണ്ടായിരുന്നു. ആ രീതിയിലല്ല അശ്വിനിയുടെ ഫോണിൽ നിന്ന് അഭയ് മെസ്സേജ് ഭർത്താവായിട്ടുള്ള രാജുവിന് അയച്ചിട്ടുണ്ടായിരുന്നു. രാജുവിന് ആ മെസ്സേജ് കണ്ടപ്പോഴത്തേക്കും സംശയം തോന്നി. കാരണം തൻ്റെ സ്വന്തം ഭാര്യ, ഈ ഭാര്യ ഒരു ചികിത്സയ്ക്ക് പോകുന്ന കാര്യം ആദ്യം തന്നോട് പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഒരു സഡൻ ആയിട്ടുള്ള മെസ്സേജിലൂടെയാണ് താൻ ഒരു ചികിത്സയ്ക്ക് പോവുകയാണ് എന്നുള്ള കാര്യം പറയുന്നത്. മാത്രമല്ല, അതിനുശേഷം അയക്കുന്ന മെസ്സേജിൽ തൻ്റെ ഭാര്യ അയക്കുന്ന അതേ ടോൺ അല്ലെങ്കിൽ അതേ രീതി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതാണ് രാജുവിന് സംശയം തോന്നിയത്. സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഈ കാര്യം അറിയിക്കുകയും ചെയ്തത്. ഇതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ട് മാറിയത്. അഭയ് എന്താണോ ചിന്തിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ വന്ന് ഫലിച്ചത്. കാരണം അയാൾ ചിന്തിച്ചത് താൻ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അശ്വിനി ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവരും ചിന്തിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയായിരുന്നില്ല ചിന്തകൾ പോയത്. പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായിട്ട് തിരച്ചിൽ നടത്തുകയാണ്. അശ്വിനിയുടെ ബ്ലഡ് സാമ്പിൾസ്, ബ്ലഡിൻ്റെ അംശങ്ങൾ എല്ലാം തന്നെ അഭയുടെ വീട്ടിൽ നിന്ന് പോലീസിന് കണ്ടുകിട്ടി. കാരണം പീസാക്കിയ ശരീരം മുറിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് ശരീരം പീസാക്കി മുറിച്ചത്. ഒരു പോളിത്തീൻ ബാഗിലാക്കിയിട്ടാണ് ശരീരം എവിടെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചെന്ന് അയാൾ പറഞ്ഞത്. പക്ഷേ ആ ശരീരം കണ്ടെത്താൻ മാത്രം പോലീസിന് സാധിച്ചില്ല. 2016 മുതൽ പോലീസ് അശ്വിനിയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. 2025 ആ ശരീരം പോലീസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ കേസിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? അശ്വിനിയെ ഈ അഭയ് കൊലപ്പെടുത്തി. എന്തിനാണ് കൊലപ്പെടുത്തിയത്? ആ ഒരു ചോദ്യം കൂടി ഇവിടെ ബാക്കിയാണ്. അതിൻ്റെ റീസണാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അശ്വിനി അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായിട്ട് ജോലി തുടങ്ങിയ സമയം മുതൽക്ക് തന്നെ അശ്വിനിയും രാജുവുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വിനിയുടെ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിലും രാജുവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അശ്വിനി അവസാനമായിട്ട് ട്രാൻസ്ഫർ കിട്ടി പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്ക് എത്തിയ ആ സമയം മുതൽക്ക് അവർ സെപ്പറേറ്റ് ആയിട്ടൊരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. കാരണം സ്വന്തം വീടായിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്.
അപ്പോൾ ഭർത്താവിനെയും കുഞ്ഞിനെയും കാണാനായിട്ട് ഇടയ്ക്ക് മാത്രമായിരിക്കും അശ്വിനി തിരികെ വീട്ടിലേക്ക് പോവുക. അല്ലാത്ത സമയത്ത് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടാണ് ആ വാടക വീട്ടിലേക്ക് വന്ന് താമസിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അശ്വിനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഈ പറയപ്പെടുന്ന അഭയ്. അപ്പോൾ രണ്ടുപേർക്കും സെപ്പറേറ്റ് ഫാമിലി ഉണ്ട്. അഭയ്ക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അശ്വിനിക്ക് ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്. പക്ഷേ ആ ഒരു പ്രൊഫഷണൽ ബന്ധം പിന്നീട് വളർന്ന് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു പ്രണയബന്ധത്തിലേക്ക്, ആ സൗഹൃദമായി പിന്നീട് പ്രണയബന്ധത്തിലേക്കും മാറുകയായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. രഹസ്യമായിട്ടാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സഹപ്രവർത്തകർക്ക് ആർക്കും തന്നെ ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ മുന്നോട്ട് പോയ സമയത്ത് അശ്വിനിയുടെ ഭർത്താവ് ഈ കാര്യം അറിയുകയാണ്. രാജു ഈ കാര്യങ്ങൾ അറിഞ്ഞു. അശ്വിനിയുടെ വീട്ടുകാരോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഭർത്താവും വീട്ടുകാരും പൂർണ്ണമായിട്ട് ഇതിനെ എതിർത്തു. അശ്വിനി ഏറ്റവും ആദ്യം പറഞ്ഞു, ഓക്കെ, ഞാനിനി ആ ബന്ധമൊന്നും തുടരുന്നില്ല, തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഏറ്റവും ആദ്യം കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞു, പക്ഷേ പിന്നീട് സത്യങ്ങൾ പറയുകയും ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ആ ബന്ധം വീണ്ടും തുടർന്നു പോകുന്നതായിട്ട് രാജുവിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനിക്ക് അഭയ് എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കാൻ അതിയായ ആഗ്രഹം വരികയാണ്. തൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അഭയെ വിവാഹം കഴിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ അഭയ്ക്ക് ഒരിക്കലും അഭയുടെ ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. പക്ഷേ പിന്നീട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അശ്വിനി അഭയോട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ്, എന്നെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടും വീട്ടുകാരോടും നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയും. രഹസ്യമായിട്ട് കൊണ്ടുപോയ ഒരു ബന്ധമാണ്, അത് പരസ്യമാക്കും എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലാകുകയാണ്. അഭയ്ക്കത് വലിയ ബുദ്ധിമുട്ടായി. കാരണം തനിക്കത് വലിയ നാറ്റകേസാവും. ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും തനിക്കതൊരു ചീത്തപ്പേരാകുമെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അഭയ്ക്ക് ഈ സമയത്ത് ഈ കേസ് നടക്കുന്ന 2016 ഏകദേശം 53 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അയാളും ഈ ലേഡിയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. 37 വയസ്സും 53 വയസ്സിൻ്റെ പ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് അതൊന്നും തന്നെ പ്രശ്നം ആയിരുന്നില്ല. അങ്ങനെ ഭീഷണി കൂടിക്കൂടി വരികയാണ്. ഒടുവിൽ ഈ ഭീഷണിക്ക് വഴങ്ങി കൊടുക്കാൻ താല്പര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് അശ്വിനി ഒഴിവാക്കണം എന്നൊരു ചിന്തയിലേക്ക് അഭയ് പോവുകയാണ്. അങ്ങനെ ഒരു രമ്യത ചർച്ച എന്ന രീതിയിലാണ് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഏപ്രിൽ 11 സംസാരിച്ചത്. പക്ഷേ ആ ചർച്ച പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. പിന്നീട് അഭയ് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു, അശ്വിനിയെ കൊലപ്പെടുത്താം. ഒരിക്കൽ കൂടെ പറഞ്ഞു നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൊലപ്പെടുത്തുക. അങ്ങനെയാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ കാര്യം വീണ്ടും പറയുകയാണ്. പക്ഷേ അശ്വിനി സമ്മതിച്ചില്ല. വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് പറയുമെന്ന് പലതവണ ആവർത്തിക്കുകയാണ്. ആ ദേഷ്യത്തിൽ അഭയ് കയ്യിലുണ്ടായിരുന്ന ഒരു ബാറ്റ് ഉപയോഗിച്ച്, ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി. എന്നിട്ട് ആ ശരീരം പീസാക്കി പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നദിയിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. നദിയിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചു എന്നുള്ളത് അഭയുടെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആ നദിയിൽ നിന്ന് അശ്വിനിയുടെ ശരീരം കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. പക്ഷേ കോൾ ഡീറ്റെയിൽസ്, മൊബൈൽ ടവർ ലൊക്കേഷൻ, രണ്ടുപേരും വാട്സപ്പിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചതിൻ്റെ ആ മെസ്സേജ് എല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തെടുത്തു. കോൾ ഡീറ്റെയിൽസ്, അവയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഫിംഗർ പ്രിൻറ്റ്സ്, ഫുട് പ്രിൻറ്റ്സ്, അതേപോലെ തന്നെ രക്തക്കറയുടെ അംശങ്ങൾ, ബാറ്റ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ഈ കേസിൽ കോടതിയിലേക്ക് ഇതിൻ്റെ കേസ് ഡീറ്റെയിൽസ് സമർപ്പിക്കുന്നത്. അങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 9 വർഷം കഴിഞ്ഞ് 2025 ബോഡി കിട്ടിയില്ലെങ്കിൽ കൂടിയും അഭയ് അശ്വിനിയെ കൊലപ്പെടുത്തിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് അഭയ്ക്ക് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന 2 കൂട്ടാളികൾ, സഹായികളായിട്ടുള്ള ഡ്രൈവർ ആൻഡ് ഫ്രണ്ട്, ഇവർക്ക് 2 പേർക്ക് 7 വർഷത്തെ ശിക്ഷയും കോടതി വിധിക്കുകയുണ്ടായി. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അശ്വിനിയുടെ മൃതശരീരം കിട്ടാത്തതുകൊണ്ട് ഇയാൾ പറഞ്ഞത്, അഭയ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സീ യു.